പവിത്രത്തിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുകയായിരിക്കും. ഈ വിവരം അറിഞ്ഞ് വേദക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിനോട് സഹായം ആവശ്യപ്പെടും. അപ്പൊ വിക്രം പറയുന്നത്, ഞാൻ നിന്റെ അച്ഛനെയൊക്കെ രക്ഷിച്ചെടുക്കാം, പക്ഷേ നീ അതിനു മുൻപായിട്ട് എനിക്കൊരു വാക്ക് തരണം. അപ്പൊ വേദ പറയുന്നത്, എന്താ വിക്രം നിനക്ക് വേണ്ടത്? എന്ത് വാക്ക് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. നീ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറയും. വീട്ടിൽ അമ്മയും മുത്തശ്ശിയൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ അങ്ങനെ പറയാട്ടോ വേദ. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, അതെ ഞാൻ പറഞ്ഞല്ലോ നിന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ ഞാൻ നിന്റെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോഴേക്കും നീ ഈ വീടിന്റെ പടിയിറങ്ങണം. നീ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം. ഞാൻ കെട്ടിയ താലി നീ എൻ്റെ കയ്യിലേക്ക് ഊരി തന്നിട്ട് നീ എന്നേക്കുമായിട്ട് ഈ പടിയിറങ്ങി പോവുകയാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛനെ രക്ഷിക്കാമെന്ന് പറയട്ടെ വിക്രം. എന്താ വേദ, അത് നിനക്ക് പറ്റുമോ? അങ്ങനെ പറ്റുവാണെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ ഇപ്പം തന്നെ രക്ഷിക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒരു ഷോക്കായിരിക്കും. എന്നാലും വേദ പറയുന്നത് പറ്റും വിക്രം. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന്റെ വാക്കിന് സമ്മതം മൂളിക്കൊടുക്കുകയാണ് വേദ. വിക്രം വേദക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ ഒരുപാടധികം ശ്രമത്തിന് പിന്നിലാണെങ്കിലും വിക്രം വേദയുടെ അച്ഛനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. വേദയുടെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം വിക്രം വേദയോട് പറയുന്നത്, അതെ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നീ പറഞ്ഞ വാക്ക് നീയും പാലിക്കണം, എന്നേക്കുമായിട്ട് ഈ വീടിന്റെ പടിയിറങ്ങണമെന്നൊക്കെ പറഞ്ഞ് വേദയോട് വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതോടുകൂടെ തന്നെ ഞാനും നീയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചു, ഇനി നീയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നീ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് വേദയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കൂ. വേദ വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നുണ്ടെങ്കിൽ പോലും താലി തിരികെ ചോദിക്കുന്ന സമയത്തിന് ഒരിക്കലും അത് തനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയട്ടെ വേദ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഞാൻ എന്നേക്കുമായി ഒഴിവായി പോയിക്കോളാം, പക്ഷേ ഈ താലിയുടെ പേര് പറഞ്ഞ് ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും വരില്ല, ഈ താലി എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വേദ വിക്രത്തിന്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നത്. എന്നാൽ വേദ പോയതോടുകൂടി തന്നെ കമലമ്മക്കും ശ്രീജക്കും ആ ഒരു സങ്കടം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒത്തിരിയധികം സങ്കടത്തോടു കൂടി തന്നെയായിരിക്കും വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് വേദ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ വേദ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന്റെ വേദയുടെ വീട്ടിൽ എല്ലാവരും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. മുത്തശ്ശി ചോദിക്കുന്നതിന്, എന്താ മോളെ നീ തനിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു, വിക്രം എവിടെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഞാൻ മാത്രമേ ഉള്ളൂ മുത്തശ്ശി, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദയുടെ അച്ഛനത് ഒത്തിരിയധികം സന്തോഷമാവുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് അത് സങ്കടം തന്നെയായിരിക്കും. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് വർഷ ചോദിക്കുന്നത്, വേദ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ നിന്റെ കഴുത്തിൽ ആ താലി പാടില്ല എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ട് വീണ്ടും നീ ആ വാക്ക് കേൾക്കാതെയല്ലേ കയറി വന്നേക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, വർഷേ മതി നിർത്ത്, ഇനി അവളോടൊന്നും ചോദിക്കണ്ട, അവളെല്ലാം ഉപേക്ഷിച്ച് വന്നു എന്നല്ലേ പറഞ്ഞത്, ഇനി ഇതിന്റെ പേരിൽ ആരും തന്നെ അവളെ ചോദ്യം ചെയ്ത് സങ്കടപ്പെടുത്തണ്ട. മോൾ ഉള്ളിലേക്ക് കയറി വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ തന്നെ ആയിരിക്കട്ടെ വേദേനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറ്റുന്നത്. എന്നാൽ വിക്രമാണ് തന്നെ രക്ഷിച്ചത് എന്ന കാര്യം ശങ്കരനാരായണൻ ഒരിക്കലും അവിടെ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല. വിക്രം തന്നെ രക്ഷിച്ചത് കൊണ്ട് തന്നെ വേദയുടെ അച്ഛന് ചെറിയൊരു സ്നേഹമൊക്കെ വിക്രത്തിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ വേദ തന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന കാര്യം മറ്റാരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. വേദ ഏതായാലും ഭയങ്കര സങ്കടത്തിലാണെങ്കിലും വർഷയും ശ്രീകാന്തും ഭയങ്കര സന്തോഷത്തിലാണ്. വേദ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കൊണ്ട് തന്നെ വീണ്ടും ദർശനും വേദയുമായിട്ടുള്ള ആ ഒരു കല്യാണം നടത്താമെന്നായിരിക്കട്ടെ അവരുടെ പ്ലാന്. അങ്ങനെ ദർശനെയും അച്ഛനെയും അമ്മയും വീട്ടിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട് വർഷ. അമ്മേ, വേദ വീണ്ടും വിക്രവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ദർശനും വേദയുമായിട്ടുള്ള കല്യാണം നടത്തണം. അങ്ങനെ വർഷയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ദർശന്റെ കൂടെ തന്നെ വേദനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. വേദക്കാണെങ്കിൽ ദർശനെ കാണുന്ന സമയത്ത് ദർശൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഒട്ടും തന്നെ താല്പര്യമുണ്ടാവില്ല. ഈ സമയത്ത് ശ്രീകാന്ത് ദർശനോട് പറയുന്നുണ്ട്, ദർശ നീ അവളുടെ അടുത്തൊന്ന് പോയി സംസാരിക്ക്, അവൾക്ക് നിന്റെ സംസാരം കേൾക്കുന്ന സമയത്തിന് കുറച്ചും കൂടി സമാധാനമാവും, നീ കാര്യങ്ങളൊക്കെ അവളോട് നൈസായിരുന്നു ചോദിച്ച് മനസ്സിലാക്കിയെന്നൊക്കെ പറയാട്ടോ ശ്രീകാന്ത്. അപ്പോൾ ദർശൻ പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട ഏട്ടാ, അവളൊന്ന് ഫ്രീ ആവട്ടെ, അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ, അതിനുശേഷം അവൾ തന്നെ എന്നോട് വന്നിട്ട് സംസാരിച്ചോളൂ, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദർശൻ അവിടെ നിന്നും ഒഴിഞ്ഞു മാറും. എന്നാൽ വേദേനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന കാര്യം വിക്രത്തിന്റെ വീട്ടിലെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. അയൽവാസികളായ ചേച്ചികളെല്ലാം തന്നെ കമലമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ നടന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിയും. കമലമ്മക്കാണെങ്കിൽ വേദമോളെ പറ്റിയിട്ട് അങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരിക്കില്ല. അപ്പോൾ ചേച്ചിമാർ പറയുന്നുണ്ട്, ഏതായാലും വേദ ഉപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് നിങ്ങളുടെ മകനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത്ര സേഫല്ല, വിക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഈ വീടിന് തന്നെ ദോഷമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ കമലമ്മക്ക്. വേദ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, തൻ്റെ മകൻ്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൻക്കൊരു കല്യാണം വേണമെന്നൊക്കെ ഇങ്ങനെ കമലമ്മയും അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. വേദ ഏതായാലും പടിയിറങ്ങിപ്പോയി, ഇനി വിക്രത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണമെന്നൊക്കെ കമലം അങ്ങനെ ശ്രീജിയോട് പറയും. അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മക്ക് ഇത്ര പെട്ടെന്ന് വേദയെ മറക്കാൻ പറ്റുമോ?
അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട് ഇല്ല മോളെ, ഒരിക്കലും ഞാൻ വേദമോളെ മറന്നിട്ടൊന്നുമില്ല. പക്ഷേ വിക്രമിന് കല്യാണം കഴിച്ച അന്ന് മുതലേ വേദമോളെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വിക്രം അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കല്യാണം നടത്തണം. അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ആ രാധയാണെങ്കിൽ വിക്രത്തിന് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട്. വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്ന രാധയെ തന്നെ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് കൊണ്ടുവരുന്നതാ നല്ലത് എന്നിങ്ങനെ കമലമ്മ തീരുമാനിക്കും. എന്നാൽ ഈ വിവരമെല്ലാം അറിയുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് നന്ദിനിയാണെങ്കിൽ രാധയെ കാണാൻ പോകുന്നുണ്ട്. വേദ എന്നേക്കുമായിട്ട് വിക്രത്തിൻ്റെ വീട് വിട്ടു പോയി എന്ന കാര്യം രാധയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ നന്ദിനി പോകുന്നത്. നന്ദിനിയെ കണ്ട ഉടനെ തന്നെ രാധ ചോദിക്കുന്നുണ്ട്, ആ ഏട്ടത്തി എന്താ ഈ വഴി വന്നത് എന്ന് ചോദിക്കും. അപ്പം നന്ദിനി പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറയാം, നീ ആദ്യം എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചു താ, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയും. അപ്പം രാധ പറഞ്ഞിട്ട് എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതെ, ജ്യൂസൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷേ ആദ്യം എന്താണ് സന്തോഷ വാർത്ത എന്ന് പറയൂന്ന് പറയും. അപ്പം നന്ദിനി പറഞ്ഞിട്ട് അതുമോളെ, നമ്മുടെയൊക്കെ ശല്യമായിട്ടുള്ള വേദ എന്നേക്കുമായി വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി വിക്രവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് പടിയിറങ്ങി പോയതെന്ന് പറയട്ടെ നന്ദിനി. ഇത് കേൾക്കുന്ന സമയത്തിന് രാധക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നുണ്ട്, അതേ രാധേ, സത്യമായിട്ടും ഞാനിതേ എൻ്റെ ഈ കൈ കൊണ്ടാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറയുന്ന സമയത്തിന് രാധക്ക് സന്തോഷമായിരിക്കും. രാധ പറഞ്ഞിട്ട് എൻ്റെ പൊന്നേട്ടത്തി, ഇപ്പോഴാണ് എനിക്കൊന്നൊരു സമാധാനമായത്. ഏട്ടത്തിക്ക് ഇനി ഇതിൻ്റെ പേരിൽ ജ്യൂസ് അല്ല, ഒരു ബിരിയാണി തന്നെ ഞാൻ വാങ്ങിച്ചു തരാം. ഏട്ടത്തി ഏതായാലും വണ്ടിയിൽ കയറി നമുക്കിതൊരു ആഘോഷമാക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും രാധ. അങ്ങനെ രാധ ഏതായാലും നന്ദിനിയെ കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് പോകും. അങ്ങനെ രാധയുടെ ആ ഒരു സന്തോഷം ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് നന്ദിനിക്ക് നല്ല ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലമ്മ ഏതായാലും വിക്രത്തിൻ്റെ കല്യാണത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും വിക്രത്തിനോട് ഈ ഒരു കാര്യമെന്ന് പറഞ്ഞ് ബോധിപ്പിക്കണ്ടേ. വിക്രത്തിനാണെങ്കിൽ രാധയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് വിക്രത്തിനെ എങ്ങനെയെങ്കിലും രാധയുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. അതിനായിട്ട് വിക്രം വരുന്നതും കാത്തുകൊണ്ട് തന്നെ കമലമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. കല്യാണാലോചനയുടെ കാര്യം കമലമ്മക്ക് കൂടാതെ ശ്രീജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. മാഷോട് പോലും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കമലമ്മ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. വിക്രം മരുന്നതിന് മുൻപായിട്ട് തന്നെ നന്ദിനി ഏതായാലും പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കമലമ്മയോട് പറഞ്ഞിട്ട്, കമലമ്മ എന്താണെന്നറിയില്ല, നല്ല നടുവേദന എന്ന് പറയും. അപ്പോൾ കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്ത്, നിനക്ക് നടുവേദനയോ? അതെ, ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് ശ്രീജയാണ്. കഴുകി വെച്ച പാത്രം നീ ഇവിടെ എടുത്ത് കൊണ്ടുവച്ചേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, പിന്നെ അത് വലിയ ഭാരിച്ച ജോലിയൊന്നുമല്ലേ, ഞാനിത് ഇത്രയും പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ എന്ന് പറയും. ഏട്ടത്തിക്ക് ഇത്രമാത്രം പാത്രം കഴുകാമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചൂടെ, അത് ഏട്ടത്തി ചെയ്തില്ലല്ലോ, അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അപ്പം കമലമ്മ പറയുന്നുണ്ട്, നന്ദിനി നീ ഒരു കാര്യം ചെയ്യ്, ആ പാത്രങ്ങളൊക്കെ എടുത്ത് തുടച്ചു വെക്കുമെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്ത് തുടച്ചു വെക്കാനോ, അത് താനെങ്ങനെ ഉണങ്ങിപ്പോവില്ലേ എന്ന് ചോദിക്കും. അപ്പം കമലമ്മ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് തുടച്ചു വെക്കണം. അതുകൊണ്ട് നീ അത് മര്യാദക്ക് തുടച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ട് തന്നെ നന്ദിനിയെ കൊണ്ട് ആ പാത്രങ്ങളെല്ലാം അങ്ങനെ തുടപ്പിച്ച് വെച്ചിട്ട് കമലമ്മ നല്ലൊരു പണി തന്നെ നന്ദിനിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്തിന് കമലമ്മ ഈ ഒരു കല്യാണക്കാര്യത്തെ പറ്റിയിട്ട് വിക്രത്തിനോട് പറയുന്ന സമയത്തിന് വിക്രത്തിന് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. രാധയുടെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ വിക്രം ഉടനെ തന്നെ ഒരു കല്യാണം കഴിക്കണമെന്ന് മാത്രമായിരിക്കും കമലമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിക്രത്തിന് കല്യാണത്തിന് യാതൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വിക്രം അതിന് സമ്മതിക്കില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്തിന് കമലമ്മ വിക്രത്തിനെ കൂട്ടിയിട്ട് രാധയുടെ വീട്ടിലേക്ക് ചെല്ലും. കല്യാണാലോചനയാണ് എന്ന കാര്യമൊന്നും പറയാതെ ആയിരിക്കട്ടെ കമലമ്മ വിക്രത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ വിക്രത്തിനെയും കമലമ്മയും കാണുന്ന സമയത്തിന് രാധയുടെ അമ്മക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല അവരവിടെ നിന്നും മാട്ടിപ്പായിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഉടനെ തന്നെ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.